തലസ്ഥാന നഗരിയിൽ വായു നിലവാര തോത് വളരെ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് കരുതുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് 400-ന് മുകളിൽ അത് എത്തി നിൽക്കുന്നു. അത്രയധികം മലിനീകരണം അവിടെ രൂക്ഷമാണ് എന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ എന്താണ് അവിടുത്തെ ഈ മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം? ദീപാവലിക്ക് ശേഷം രാജ്യ തലസ്ഥാനത്ത് വായുമലിനീകരണം അത് രൂക്ഷമായി തന്നെ തുടരുകയാണ്. കൃത്രിമ മഴയൊക്കെ തന്നെയും നടത്താനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ പോലും അത് പാടെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 32 ഇടങ്ങളിലും 400 മുകളിലാണ് വായു ഗുണനിലവാര തോത് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ITO മേഖലയിൽ 384 ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വായു ഗുണനിലവാര തോത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ 32 ഇടങ്ങളിൽ വ്യാപകമായിട്ട്, അതായത് ഏറ്റവും മോശം സ്ഥിതിയിലാണ് ഇപ്പോൾ വായുമലിനീകരണ തോത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ദൃഷ്ടിപരിധിയും 1 കിലോമീറ്ററിൽ കുറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഗതാഗത തടസ്സത്തിനും രൂക്ഷമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ റെയിൽവേ ഗതാഗതം, വിമാന സർവീസുകൾക്കൊക്കെ തന്നെയും ഇത് സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊടിപടലങ്ങളും അതോടൊപ്പം വിഷപ്പുകയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് എമ്പാടുമുള്ളത്. വിവിധ ആളുകൾ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളെ സ്കൂളിലേക്ക് ആക്കുന്നവരും അതോടൊപ്പം തന്നെ വൃദ്ധരും വയോധികരടക്കമുള്ള ആളുകൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓഫീസുകളുടെയൊക്കെ തന്നെയും സമയമാറ്റം നടപ്പിലാക്കിയെങ്കിൽ പോലും സ്കൂളുകൾ അതോടൊപ്പം തന്നെ മറ്റു സ്വകാര്യ മേഖലയിലൊന്നും തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഇതിനെതിരെ കടുത്ത പ്രതിഷേധം കൂടി ഉയർന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് BJP സർക്കാർ എന്നുള്ളൊരു ആരോപണം ഇതിനോടകം ആം ആദ്മി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തി വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സ്കൂളുകളുടെ സമയമാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഇതുവരെയും സർക്കാർ അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് ശൈത്യകാലം അടുത്തിരിക്കെ ഇത്തരത്തിൽ വായുമലിനീകരണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. നമുക്കൊക്കെ മാസ്ക് ഇട്ട് അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേര സമയങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധി നേരിടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം GARP സ്റ്റേജ് 3 നടപ്പാക്കിയെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള പരിശോധന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും നിർമ്മാണങ്ങൾ, കെട്ടിട നിർമ്മാണങ്ങൾ, അതോടൊപ്പം തന്നെ ഈ അസംസ്കൃത വസ്തുക്കളൊക്കെ തന്നെയും കൊണ്ടുപോകുന്നതും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യ തലസ്ഥാനത്തേക്കുള്ള വാഹനങ്ങളുടെയൊക്കെ തന്നെയും നിയന്ത്രണം, ഇവയിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ 32 ഇടങ്ങളിൽ 400-ന് മുകളിലാണ് വായു ഗുണനിലവാര തോത് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിന്ധൂരി.